ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു സ്പെഷ്യൽ ഇഡ്ഡലിയാണ് കേട്ടോ. 1 കപ്പ് റാഗി, 1/4 കപ്പ് ചെറുപയർ, 1/2 കപ്പ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ. ഇത്രയും നല്ലോണം കഴുകി ഞാൻ കുതിർക്കാൻ വെച്ചു കേട്ടോ. റാഗി കുതിരാൻ ഇത്തിരി പ്രയാസമുള്ളത് കാരണം ഒരു 4-5 മണിക്കൂർ കുതിർന്ന് കഴിയുമ്പോൾ എടുത്ത് അരച്ചിട്ട് ഉപ്പും ചേർത്ത് ഇളക്കി വെക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ കൊണ്ടാണ് ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ. വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കും അതുപോലെ തന്നെ പ്രഷർ, ഷുഗർ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളവർക്കും ഒക്കെ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാം. പക്ഷെ അരിയുടെ സ്ഥാനത്ത് റാഗി അതുപോലെ മില്ലറ്റുകൾ ഏതെങ്കിലും ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയോ ദോശയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യാം. ഇഡ്ഡലി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്ക് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 4 ചുവന്ന മുളകും, 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും, ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ 1 പിടി കറിവേപ്പിലയും, 3 ചെറിയ തക്കാളിയായിരുന്നു, അതും ഇട്ട് ഉപ്പിട്ട് നല്ലോണം ഇളക്കാം നമുക്ക്. എന്നിട്ട് അത് നല്ലോണം വെന്ത് കഴിയുമ്പോൾ ചൂടാറിയിട്ട് നമുക്ക് അരച്ച് കഴിഞ്ഞാൽ ഉഗ്രൻ തക്കാളി ചട്നി റെഡിയായി കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഇഡ്ഡലി റെഡിയായി. ഇന്ന് ചായയ്ക്ക് പകരം ഫിൽറ്റർ കോഫി ആവാമെന്ന് കരുതി. അങ്ങനെ ഫിൽറ്റർ കോഫിയും പിന്നെ നാളികേരം ചട്നി നേരത്തെ തന്നെ അരച്ചു വെച്ചിരുന്നു. അങ്ങനെ ആ ചട്നിയും പിന്നെ നമ്മുടെ തക്കാളി ചട്നിയും കൂട്ടിയിട്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുശാലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇഡ്ഡലിയാണ്, മറക്കണ്ട.